ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. തണുത്തിട്ട് ഞങ്ങളിപ്പോൾ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ പോലും ഇല്ലാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനൊരു മൂന്നാറ് ഊട്ടി എത്താണ്ട് പോയി. ഇന്നത്തെ അവസ്ഥ ഫുൾ മഞ്ഞാണ്. ഇവിടെ വേറെ ആരില്ലാത്ത കാരണം ഞങ്ങൾക്കൊരു ഫുൾ വീട് തന്നെ ഇപ്പോൾ കിട്ടി. ഈ സാധനം ഊരിയ തീർന്ന് ഇപ്പം ഞാൻ പോണത് മുകളിലോട്ടാണ് കേട്ടോ, ടെറസിലോട്ടാണ് പോണേ. എൻ്റെ ദൈവമേ, എന്തൊരു മഞ്ഞ്! ഇത്രയും മഞ്ഞുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഫുള്ള് മഞ്ഞ അവിടെ. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഫോഗി മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ, സോറി ഓപ്പോസിറ്റ്. തടുത്തിട്ട് സംസാരിക്കാനേ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു, നമ്മളൊട്ടും പ്രതീക്ഷയില്ല. ഇവിടെ പേര് ഫോഗി മൗണ്ടൻ എന്നൊക്കെയാണ്, പക്ഷെ പേരിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ആയിരിക്കും. മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മിനിമം ഒരു ബോധം വേണ്ട മനുഷ്യനത് മനസ്സിലാക്കാനായിട്ട്. ആ ബോധം എനിക്കുണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് നല്ല പണി കിട്ടിയെന്ന് മനസ്സിലായത്. കാരണം അത്ര മഞ്ഞാണ് ഇവിടെ. ഇവിടെ മഞ്ഞ് മൂട്ട് നിൽക്കാൻ പറ്റില്ല. മഞ്ഞ് മാത്രമല്ല, നല്ല തണുത്ത കാറ്റ്. ഇതിപ്പോൾ ഞങ്ങളുടെ റൂമുകാർ തന്ന ടവലിൽ പൊതിഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിൽക്കാനേ പറ്റില്ല. ഇന്നലെ രാത്രി ഞങ്ങളോട് എത്തി, പക്ഷെ രാത്രി എത്തിയപ്പോൾ എനിക്ക് ഇത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. ഇന്ന് രാവിലെ എന്നിട്ടപ്പോൾ ബെഡിൽ നിന്ന് പോലും എന്നേക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. നല്ല വ്യൂ ആട്ടോ, നല്ല സ്ഥലമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ആക്ച്വലി ഫോഗി മൗണ്ടൻ പാർക്കിൻ്റെ സ്റ്റേ എടുക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ നമുക്ക് അവിടുത്തെ സ്റ്റേ കിട്ടിയില്ല, കാരണം അത് ഫുള്ളായി. അപ്പം നമ്മൾ അവിടുത്തെ ടെൻറ്റ് സ്റ്റേ ആണ്. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് അവിടെ കാണിക്കുന്നതാണ് ഈ ടെൻറ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ ടെൻറ്റ്സ് നമുക്ക് കിട്ടിയില്ല. പിന്നെ ചെറിയ റിസ്ക്കും നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്വാൻസായിട്ട് ബുക്കും ചെയ്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കാണുന്ന ഏതെങ്കിലും സ്റ്റേ എടുത്താൽ ഇവിടെ വന്നിട്ട് ഇവിടെ കാണുന്ന ഏതെങ്കിലും സ്റ്റേ ബുക്ക് ചെയ്യാന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമ്മൾ വന്നത്. കാരണം അത്ര ഫില്ലാവാറില്ല ഇവിടുത്തെ സ്റ്റേകളൊന്നും. ഞാൻ ഇവിടുത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എൻ്റെ പല്ല് കിടന്ന് കളകളാന്ന് അടിച്ചുകൊണ്ടിരിക്കും. നല്ല മഞ്ഞായിട്ട്. കേരളത്തിൽ തന്നെ ഇത്രയും മഞ്ഞുള്ള സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതേ അവിടെ മഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട് കാറ്റിനനുസരിച്ച്. നല്ല കാറ്റാട്ടോ. ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. അതാണ് അവരുടെ സ്റ്റേ. ഇവിടെ നൈസായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ നമുക്ക് അക്കോമഡേഷൻ ഉണ്ടായില്ല. നമ്മൾക്ക് ഫില്ലായി. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ചോദിച്ചു ഉണ്ടോന്ന് വെച്ചാൽ. സോ കടം ഇവിടെ ഇത് വന്നിട്ട് ഫോഗി മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ സിപ്പ് ലൈൻ പിന്നെ കുറേ ഫൺ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷേ നമുക്ക് ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴേക്കും അവർ പറഞ്ഞു കൗണ്ടർ ക്ലോസ് ആയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെ എന്തായാലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന് നിന്നത്. ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മാജിക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീട് ഹോമല്ല, ഒരു 3 ഫ്ലോറിലായിട്ടാണ് ഒരു അക്കോമഡേഷൻ വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമുള്ള കാരണം അതിന് എൻറ്റയർ കീ നമ്മുടെ കയ്യിലാണ്. സോ ഞാൻ താഴെ ലോക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് മെയിൻ ബാൽക്കണിയാണ് ഇവരുടെ. പക്ഷേ ഇതിങ്ങനെ കയറിപ്പോയാൽ കുറച്ചുകൂടി ടോപ്പിലോട്ട് നമുക്ക് പോവാം. പക്ഷെ അവിടെ പോയാൽ ഞാൻ തണുപ്പ് സഹിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഓക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ മൂന്നാർ ഊട്ടിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പണ്ട് ഒരു ടൈമിലൊക്കെ നമ്മൾ പോയിട്ട് വന്നിട്ടുണ്ട്.
അവിടെ ഇതുപോലെ തണുപ്പൊക്കെയുണ്ട്. പക്ഷെ കേരളത്തിൽ തന്നെ ഇതിപ്പോ മലപ്പുറം ക്ലോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത്രയും ഹൈറ്റിലൊരു ഫോഗി സെറ്റപ്പ് ഞാൻ വിചാരിച്ചില്ല ഇത്ര ഉണ്ടാവുമെന്ന്. അവിടെ കുറെ ഫാമിലീസൊക്കെ അവർ അഡ്വഞ്ചർ പാർക്ക് വിസിറ്റ് കഴിഞ്ഞിട്ട് കുറെ ഫാമിലീസൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. സോ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഇത് കാണിക്കും. മുകളിലത്തെ വിഷ്വൽ ഇങ്ങനെയാട്ടോ, മുകളിലത്തെ സീനറി വരുന്നത് എങ്ങനെയാ. മഴയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ വഴുക്കാണ്ട് നോക്കണം. പക്ഷെ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഇത്ര മഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ടെന്റുകാര് കുറച്ചുകൂടി വെഞ്ചർ പാർക്കിന്റെ ടെന്റിന്റെ കുറച്ചുകൂടി മുകളിലായിട്ട് നമ്മുടെ സ്റ്റേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല വ്യൂ കിട്ടും. സത്യം പറഞ്ഞാൽ അവരെക്കാട്ടും കുറച്ചധികം വ്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത്ര തണുപ്പുണ്ടെന്ന് വിചാരിച്ചില്ല അവിടെ എനിക്ക് പണി കിട്ടിയത്. ഓ, അന്യായ തണുപ്പാട്ട് ഇവിടെ വന്നാരും താങ്ങൂല. ഇവിടേക്ക് വരാണെങ്കിൽ ഹൈലി പ്രിപ്പയർഡ് ആയിട്ട് വല്ല ഓഫ് റോഡ് വണ്ടി എടുത്ത് വരായിരിക്കും നല്ലത്. ടൂ വീലർ ആണെങ്കിലും കുഴപ്പമില്ല. മഞ്ഞ് പോണ കണ്ടോ. ഇതിൽ എത്ര സൂം ചെയ്തൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ബ്രൈറ്റ്നെസ് മാക്സിമം കൂട്ടിയിട്ടുണ്ട്. നോക്കി മഞ്ഞിങ്ങനെ പോയി പോണത് കണ്ടോ. നല്ല രസം വ്യൂ. പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ മലകളൊക്കെ നമുക്ക് ഇങ്ങനെ മഞ്ഞിന്റെ ഇടപെട്ട അവിടെയൊക്കെ മലകളാണ്. പക്ഷെ നമുക്കൊന്നും കാണുന്നില്ല. എനിക്ക് ഫോൺ പോലും പിടിക്കാൻ പറ്റുന്ന അത്ര കാറ്റ് ഇവിടെ രാത്രി അങ്ങനെ ലൈറ്റുകളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ ടെന്റ് ഇവിടുത്തെ ഫോഗി സ്റ്റേഡ് ടെന്റിലത്തെ ലൈറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ മുകളിൽ ഇന്നലെ വന്നപ്പോൾ നല്ല തണുത്ത കാറ്റ്, നല്ല ബ്രീസൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേ നിങ്ങൾ ഇവിടെ വന്നാൽ മതി. നിങ്ങളുടെ എല്ലാ വിഷമവും മാറിക്കിട്ടും. ഈ നേരത്തേക്ക് നിങ്ങളുടെ വിഷമം ഈ തണുപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളതായിരിക്കും. അത്ര തണുപ്പാ, ഒരു ശീല. നമുക്കിവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ സ്റ്റേക്ക് വന്നത് 3500 റേഞ്ചാണ് വന്നത്. ഫോഗിയിലാണെങ്കിൽ എനിക്കൊന്ന് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് 4000 ആണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടും നമ്മുടേതായിട്ടുള്ള ഏരിയ എന്നുള്ള ഇതിൽ ഈ സ്റ്റേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും നമുക്ക് ആക്സസ് ഉണ്ട്. ഒരു കിച്ചൺ ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു ചേച്ചി, നമുക്ക് മാജിക് റിസോർട്ട് എന്നാണ് പേര്. സോ ഇവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടൽ നമ്പർ വന്നു. അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് അവിടെ നിന്നാണ് ഓർഡർ ചെയ്ത് ഒരു അൽഫാമും മന്തിയായിട്ട് നമ്മൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ. ഇപ്പൊ സമയം രാവിലെ ഇവിടെ നല്ല കാറ്റ്. അയ്യോ, സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം സക്സസ്ഫുള്ളായി ഞങ്ങളുടെ ട്രിപ്പ്. മഞ്ഞടിച്ച് ഒന്നും കാണുന്നില്ല. ഇപ്പൊ നേരത്തെ എന്തെങ്കിലുമൊക്കെ കാണുമായിരുന്നു പുറത്തോട്ട്. ഇപ്പൊ ഒന്നും കാണുന്നില്ല. റൂമിന്റെ അകത്തൊക്കെ മറ്റേ മഞ്ഞ് മൂടിയിട്ട് ഗ്ലാസ്സുകളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണയൊക്കെ വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാട്ടോ ഇത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഊട്ടിക്ക് ഇവിടുന്ന് ഒരു മലപ്പുറത്തുനിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. 100 അല്ല, അതിൽ കൂടുതലുണ്ട്. ഗൂഡല്ലൂർക്ക് തന്നെ അത്രയും 50 സംതിങ് 100 സംതിങ് വരുന്നുണ്ട്. ഊട്ടിയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഒരു 3 hours ജേർണിയൊക്കെ ഉണ്ടാവും. സോ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഊട്ടി പോവാന്നായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത്ര തണുപ്പിലോട്ട് പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ കറക്റ്റ് ഊട്ടി. അയ്യോ, ഊട്ടിയിലത്തെ പോലത്തെ നമ്മുടെ ആ സിറ്റി അല്ലെങ്കിൽ പോലും ഇതൊരു കുന്നിന്റെ മുകളില് ഒരു സെറ്റപ്പ്, ഒരു സ്റ്റേ, പിന്നെ അഡ്വഞ്ചർ പാർക്ക്. ഞാൻ വാഗമണിൽ പോയപ്പോ ഇത്രയും തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല.
കുറച്ച് വെയിലിന്റെ സമയത്തൊക്കെയാന്ന് പോയെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരുമാതിരി ആയിപ്പോയി. നമ്മളിത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ പാർക്കിൽ പോവും. സോ അവിടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ ഇപ്പൊ ചേട്ടാ തഗ് ലൈഫിലെ കമലാസം പോണ പോലെ ഉണ്ട്. പാവം തോന്നുക. ആയി നമ്മുടെ ജാക്കറ്റ് ഉണ്ട്, അത് വരെ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ ടൂറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പോവാട്ടോ ഫോഗി മൗണ്ടനിലോട്ട്. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഇത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അല്ലേ അല്ലേ? ഇതാട്ടോ ഫോഗി മൗണ്ടൻ. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഈ തണുപ്പ് കാരണം ഞങ്ങൾ റെയിൻകോട്ടിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അമ്മന്റെ ബ്രേക്ക് ഇല്ലേ ഗൈസ്? അപ്പൊ നമ്മള് എത്ര സമയത്തിന് 10:34 അപ്പൊ കക്കാടം പോലെ നമ്മളിപ്പോ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷെ നമുക്ക് അകത്തോട്ടുള്ള ഒരു എൻട്രൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ടാഗൊക്കെ കേട്ടിട്ട് ഇറങ്ങി ഗൈസ്. ഇവിടെ മനുഷ്യക്കുഞ്ഞു പോലും ഇപ്പം ഇല്ല. നമുക്ക് ബോട്ട് റൈഡ് നോക്കിയല്ലോ. ഇനി പേയ്മെന്റ് ഉണ്ടോ? നമ്മുടെ നമ്മൾ ഫോഗിന്റെ അകത്ത് ഈ റൈഡിലോട്ടാട്ടോ പോകുന്നത്. അത്ര തുടങ്ങി ഗൈസ്. ചോട്ടോ നമുക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ. അതിന്റെ അടുത്ത് പോവാ ഗൈസ്. ഞങ്ങളുടെ ഡയറക്ഷൻ വർക്ക് ചെയ്യുന്നില്ലേ? റൈറ്റിലോട്ട് തിരിച്ചു ഗൈസ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റൈറ്റിലോട്ടാണ്, പക്ഷെ വണ്ടി പോകുന്നത് ലെഫ്റ്റിലോട്ടാണ്. പോകുന്നില്ല, പതുക്കെ തിരിയോ? അതുപോലെ കുറെ കേറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫോഗിൽ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ചെയ്യണം അല്ലേ? വാവ്. അവന്റെ അത്ര അടുത്ത് പോകണ്ടെങ്കിൽ പേടിയുണ്ട്. ഞാൻ എടുത്ത് കയ്യിലെടുക്കാനാ വീഡിയോ എടുക്കണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, എന്തിനാ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ 2 ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറത്തായിട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ ഇരുന്നത്, പക്ഷേ ഇവിടെ നല്ല കാറ്റ്. അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ അകത്ത് കയറി ഇരുന്നു. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ക്ലൈമറ്റ്. ഇതാട്ടോ ആംബുലൻസ് കൊടുത്ത നമുക്ക് നല്ല കാറ്റാ പുറത്തു. ഞങ്ങൾ ഹൈഡ്രോഗീറോ എന്ന് പറഞ്ഞിട്ട് സംഭവത്തിൽ കയറി. ആദ്യമായിട്ടും കയറുന്ന തല തിരിഞ്ഞു വന്നെൻ്റെ. ഇപ്പം പുള്ളി വന്നിട്ട് 360 ഡേയ്സ് സൈക്കിളിൽ കയറാൻ പോകും. ഓൾ ദി ബെസ്റ്റ്. നന്നായി ചവിട്ടണേ എൻ്റെ അമ്മേ. കയറുന്നില്ല, അതെ ഉരുട്ടി വിടും.
ഈശ്വരാ, വേണ്ട വേണ്ട, അധികം പോണ്ട. എന്നാ വേണ്ട വേണ്ട, വീഴ്. ഈശ്വരാ, അമ്മേന്റെ വേണ്ടെങ്കി വേണ്ടാന്ന് പറ. ഇത് മുകളിലോട്ട് പോകുന്നില്ല, ഭാഗ്യമുണ്ട് അതുകൊണ്ട്. വേണ്ട. അങ്ങനെ ഞങ്ങള് സക്സസ്ഫുള്ളി ഈ റൈഡ് തോറ്റിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, വല്ലാത്ത മഞ്ഞ. അതെ, മഞ്ഞായിട്ടൊരു തേങ്ങ കാണുന്നില്ല എനിക്കിവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തയിലോട്ട് പോവാം ഗൈസ്. അപ്പൊ ഞാനിപ്പോ കോൺഫിഡന്റ് ആയിട്ട് വീഡിയോ എടുക്കും, കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ലേ, ഈ പോർഷൻ കട്ടി. ഗൈസ്, ഞങ്ങൾ ചിൽഡ്രൻ അല്ലാത്തതുകൊണ്ട് ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ആക്സസ് ഇല്ല. സോ ഞങ്ങൾ വലിയൊരു പാർക്കിലോട്ട് പോകണം. ആഹാ, നല്ല കളറടിച്ച കല്ല്. ഉള്ളത് ഏതെങ്കിലും ബ്രിഡ്ജിന്റെ മുകളിലാണ്, പക്ഷെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാട്ടോ. വാവ്, ഒരു മിനിറ്റ് നോട്ടെ, നിങ്ങൾ നടന്നേ. Okay. Video. ഞങ്ങളിപ്പോ കയറാൻ പോകുന്നത് ഈ ആയിട്ടാട്ടോ, അടിപൊളിയത് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പത്തെ കയറുന്ന സാധനം തല ഇറങ്ങിയിട്ട് പാടില്ല. അണ്ണന്മാർക്ക് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ കയറി പോവാണേ. ഹായ് ചേച്ചിമാരുണ്ട്, അണ്ണന്മാര് മാത്രം. പ്ലാൻ എനിക്ക് വേണ്ട, ബ്രിഡ്ജ് ആയേ. ഓ തലവേദനയുള്ള കാരണം ഗായ്സ് ഞങ്ങൾ പകുതി വഴിക്ക് തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അടുത്തത് നോക്കാം. എനിക്ക് സിപ്പ് ലൈൻ തീരെ താല്പര്യമില്ല. ഞാനതുപോലെ പകുതിക്ക് വെച്ച് തിരിച്ചു വരാൻ വിചാരിച്ചത് നടക്കൂല. ഒന്നുമില്ല, എനിക്ക് പേടിയാ, എനിക്ക് പറ്റില്ല, എനിക്ക് ടെൻഷനാ. ഞാൻ ഇച്ചിരി സേഫ് ആയിട്ട് കളിക്കാറുള്ളൂ, അങ്ങനെ പരവേശം എടുത്തിട്ടാട്ടും എനിക്കില്ല. നോക്കി എന്തു മഞ്ഞ ഗായ്സ്, നോക്ക്, ഒന്നും കാണുന്നില്ല ഇപ്പൊ. ഇത്ര നേരം എന്തേലൊക്കെ ഇപ്പൊ ഒന്നും കാണുന്നില്ല ഗായ്സ്. അടിപൊളിയാട്ടോ, പക്ഷെ നല്ല അഡ്വഞ്ചർ മൈൻഡ് ഉള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥല. ഇതിനു വേണ്ടി നിങ്ങൾ വേറെ എവിടെയും പോണ്ട, ഇവിടെ തന്നെ വന്നാ മതി. നിങ്ങളൊക്കെ ഇവിടെ സ്റ്റേ ആണോ? ഓ, എത്ര ദിവസമായി? ഇല്ലടാ, ഞങ്ങക്ക് സ്റ്റേ കിട്ടിയില്ല, ഫുള്ളായി. ആ ഗായ്സ്, അപ്പൊ ഇവിടെ വെച്ച് ഞങ്ങൾ അടിച്ചു പിരിയാണ്. കാരണം എനിക്കിത് താല്പര്യമില്ല പോവാൻ. പുള്ളിക്ക് മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ, എനിക്ക് കോൺഫിഡൻസ് തീരെ ഇല്ല. കാരണം മഞ്ഞടിച്ച് മുക്കിലോട്ട് അതിങ്ങനെ ശ്വാസം ഇങ്ങനെ ഇട്ട് എനിക്ക് എന്തോ പോലെയോ. അപ്പൊ ഞങ്ങൾക്ക് എന്റെ താല്പര്യമില്ല. എനിക്ക്
മഞ്ഞ് നോക്കി ഇവിടെ വരെ ഉണ്ട്. ആ റോപ്പിന്റെ പകുതി തൊട്ട് കട്ടായി വെച്ചിട്ട് അത്രയും മഞ്ഞ്. മഞ്ഞത്തേക്ക് പോയി ഗായത്തേക്ക് ഒന്നും കാണുന്നില്ല, തീർന്നു. സ്കൂളിൽ പോയി ഞാൻ ഒറ്റയ്ക്കായി. ഒന്നും കാണാൻ ഇങ്ങനെ മഞ്ഞ് സത്യമായിട്ടും ഞാൻ ലൈഫിൽ ഇങ്ങനെ മഞ്ഞ് കണ്ടിട്ടില്ല. ഒന്നും പറയാനില്ല. നോക്കി എനിക്ക് സ്റ്റെപ്പ് പോലും കാണും. അതാണ് ഞാൻ ഇറങ്ങിപ്പോകുന്ന റൂട്ട്. ഈ സ്റ്റെപ്പ് കാണാതെ പകുതി സാധനം അതിൻ്റെ അടിയില. പുള്ളി എവിടേക്കാ പോയേ, എങ്ങനെ എന്താ എവിടെ എത്തിയെന്ന് പോലെ എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ അത്രയും ദൂരം നടക്കണം എന്നുള്ള ശുഭ. ഗായ്സ് അത് ഇപ്പുറത്ത് വന്ന് ട്രാക്ക് ചെയ്തു. ഗായ്സ് അപ്പൊ നമ്മൾ ഇനി പോണത് ലാസ്റ്റ് ആണ് നമ്മുടെ. കാരണം കപ്പാസിറ്റി കഴിഞ്ഞു. എന്റെ കപ്പാസിറ്റി ഏകദേശം തീർന്നു. നല്ല കാറ്റ് ഇവിടെ വെറുതെ വന്ന് നല്ല കോൾഡ് ബ്രീസ് ഒക്കെ ആയിട്ട് ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇവിടുത്തെ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നൈറ്റ് നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടാവും. അത് ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നല്ല, ഞങ്ങളുടെ ക്യാമ്പ് ഫയർ അവരെ ക്യാമ്പ് ഫയർ ഞങ്ങൾ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ അടിച്ചു പൊളിക്കാം. ഗ്യാങ് ഒക്കെ ആയിട്ടൊന്ന് അടിപൊളി വൈബായിരിക്കും. ഇപ്പൊ നമ്മൾ പോകാൻ പോണത് എവിടേക്കാ? റോപ്പ് വേ ലാസ്റ്റ് ആണ്. അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഫോഗില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ഫോഗില്ലാത്തതിന് താഴേക്ക് നല്ല വ്യൂ കിട്ടും നമുക്ക്. നോക്കി ഗായ്സ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ഗായ്സ് ഇതിലാട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. ഇത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ പോവും. ഈ എൻഡ് വരെ. ഗായ്സ് 30 സെക്കൻഡ് റൈഡുള്ള കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടെ വരെ പോവും, പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരും. പുള്ളിക്കൂടെ ഫോഗായി ഒന്ന് കേറിട്ടോ. ഇങ്ങനെ ഒരു ഫോഗാ. പേടി വന്നു തുടങ്ങി. മഞ്ഞ് നോക്കിയോടെ. നമ്മൾ എപ്പോ പോയാലും കോടമഞ്ഞാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. പക്ഷെ വ്യൂ കാണാൻ പറ്റുന്നു. എല്ലാം പോയിട്ട് അമ്മ എന്നെ ഒന്ന് പിടിക്കോ? എന്റെ അമ്മേ. അപ്പൊ ഞങ്ങളിവിടെ മാക്സിമം ഊറ്റിയിട്ടാണ് പോകുന്നത്. എല്ലാം കഴിഞ്ഞു. സിപ്പ് ലൈൻ അല്ല, റോപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നുമില്ല കാണാൻ. പരമാവധി എല്ലാവരും ഇവിടെ നിന്ന് വന്ന് അടിച്ചു പൊളിക്കാൻ നോക്കാം. നല്ല ടൈമിങ്ങിൽ വരാം. മഴയെന്നാണ് വരാൻ നിൽക്കുന്നത്, ഡേഞ്ചറാണ്. പിന്നെ ഓഫ് റോഡ് പോലത്തെ ജീപ്പുകൾ അങ്ങനത്തെ വല്ല വണ്ടികൾ വരാൻ നോക്കാം, അതായിരിക്കും സേഫ്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഞങ്ങൾക്ക് ചെറുതായിട്ട് പനിയും പിടിച്ചു, തല ഇങ്ങനെ ജലദോഷം കേട്ടിട്ടുണ്ട്. അപ്പൊ വേറെ ഒന്നുമില്ല. ബൈ ബൈ.